ഇന്നലെ കറി വെച്ച് വെച്ചിരിക്കുന്ന മീൻ കറിയുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കപ്പ ആകട്ടെ എന്ന് വെച്ചു. 2 കഷ്ണം കപ്പ മാന്തിക്കൊണ്ട് വന്നു. ഇത് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. കപ്പ പൊളിച്ച് ഞുറുക്കി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മുളക് അരയ്ക്കാം. ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു അല്പം മഞ്ഞളും ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. കപ്പ ആയതുകൊണ്ട് മൂടുന്നില്ല. അതിനകത്ത് വിഷാംശമൊക്കെ ഉണ്ടെങ്കിൽ മണ്ണിലുണ്ടാകുന്ന സാധനമൊക്കെ മൂടാതെ തിളച്ചൂറ്റി വിഷം ഉണ്ടെങ്കിൽ പൊക്കോളുമല്ലോ. അപ്പോൾ മൂടാതെയാണ് കപ്പ വേവിക്കുന്നത്. അടുക്കളയിൽ നിന്ന് പോകുന്നില്ല. അപ്പോൾ അതിനകത്തൊന്നും വീഴാതെ നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഞാനൊരു അല്പം കറുവയുടെ ഇലയും കൂടെ കപ്പയ്ക്കകത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. കറുവ പട്ട ഇട്ടാലും നല്ലതാണ്. മുളക് അരയ്ക്കാനായിട്ട് കൊച്ചുള്ളി, വെളുത്തുള്ളി, കാന്താരി മുളകും എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങയും മഞ്ഞളും കൂടി ഇട്ട് കൊടുക്കാം. തേങ്ങ ഇട്ട് കൊടുത്തു. ഇച്ചിരി മഞ്ഞൾ പൊടി ഇട്ടു. ഇതൊന്ന് അരച്ചെടുക്കാം. തേങ്ങയിട്ടു, മഞ്ഞൾ പൊടി ഇട്ടു. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. അല്പം കറിവേപ്പിലയും ഇട്ടു. ഒരു പൊടിക്ക് ഗരം മസാലയും കൂടെ ചേർക്കാം. അധികം ഗരം മസാലയൊക്കെ ഇട്ട് നമ്മുടെ കപ്പ കുളമാക്കരുത്. ഒരു പൊടിക്ക് ഒരു നുള്ള് ഗരം മസാല, സ്പൂണിൻ്റെ മറുതലയ്ക്കും കൊണ്ടോട്ടോ ഇട്ടെ. ഇനി ഇതൊന്ന് അരച്ചെടുക്കാം. കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് കോരിയെടുക്കാം. പറയുന്നില്ലേ, എന്നാലും അമ്മയൊന്ന് അറിഞ്ഞിരിക്കട്ടെ. ഇനി നമുക്ക് മുളക് ചേർക്കാം. ഇച്ചിരി കറിവേപ്പില അരച്ചായിരുന്നു, എന്നാലും ഒരു അല്പം കൂടെ ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുണ്ട്. ഇതിനൊരു ലേശം വെള്ളം ഒഴിച്ചൊഴിക്കാം. ഒരു അല്പം ഉപ്പ് പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. മുളകിനുള്ളത്, മുളക് അരച്ചതിനുള്ളത്. കപ്പയ്ക്ക് ഉപ്പുണ്ടായിരുന്നു. ഇതൊന്ന് മൂടി വെച്ച് ആവി കയറട്ടെ. തീ കുറച്ച് വെച്ച് ആവി കയറ്റാം. നമുക്ക് കപ്പയ്ക്ക് ആവി കയറിയൊന്ന് നോക്കാം. വെള്ളം പറ്റി ആവി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഇളക്കിയെടുക്കാം. തീ ഓഫാക്കിയേക്കാം. നമ്മുടെ കപ്പ ഇവിടെ ഇളക്കി കഴിഞ്ഞു. ഇനി നമുക്ക് മൂടി വെക്കാം. കപ്പയും മീൻകറിയും റെഡി ആയിട്ടുണ്ട്. നമുക്ക് കഴിക്കാം.